അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ. അൽഹംദുലില്ലാ الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات دروس اللغة العربية لغير الناطقين بها، وهي تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിനോട് കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി ദുറൂസുൽ ലുഗത്തുൽ അറബിയയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതല്ല കുറച്ചേ പഠിച്ചുള്ളൂ. നിങ്ങൾക്ക് റിവിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു സമാന്തരമായിട്ട്. അപ്പോൾ ഇനി 2-3 പാഠം കൂടെ ഉള്ളൂ. അത് തീർന്നതോടുകൂടി പരീക്ഷയ്ക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ? പരീക്ഷയും പഠനവും എന്താണ്? കൂടപ്പിറപ്പുകളാണ്. പരീക്ഷ ഉണ്ടെങ്കിൽ ഇത് മാത്രമേ പഠനം ശരിയാവുള്ളൂ. പഠനം ശരിയാവണമെങ്കിൽ പരീക്ഷ വേണം. പരീക്ഷയില്ലാതെ പഠനം ശരിയാവില്ല. എവിടെ നമ്മൾ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? സഫ്ഹ റഖം പേജ് നമ്പർ ഓർമ്മയുള്ളവർ പറയും. സഫ്ഹ റഖം 114 എന്ന് പറയുമ്പോൾ ഇനി 114. അതെ, അർബാത്താശറ അല്ലെങ്കിൽ മിഅ വ അർബാത്താശറ. ഓക്കെ, ദർസു അൽ ഹാദി വൽ ഇശ്റൂൻ, പാഠം 21. 21ാമത്തെ പാഠത്തില് ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ട് ചില പുതിയ പദങ്ങൾ മാത്രമേ ഉള്ളൂ. ചില പദങ്ങള് ഏഷ്യ, ആഫ്രിക്ക പോലുള്ള ചില വാക്കുകൾ ജാലിക്കയ്ക്ക് പകരം ജാക്ക ഉപയോഗിക്കും. ജാലിക്കയ്ക്ക് പകരം ജാക്ക ഉപയോഗിക്കും. പിന്നെ ലൗന്, കളർ, പുതിയ വാക്കാണ്. വാസ്യ, വല്ലാഹു വാസിഉൻ അലീം എന്ന് കേട്ടിട്ടുണ്ടാവും. വാസ്യ പുതിയ വാക്കാണ്. വാസ്യ എന്ന് പറഞ്ഞാൽ വിശാലതയുള്ളത്, വിശാലമായത്. പിന്നെ ഏഷ്യക്ക് അള്ളാന്റെ നാമം ആകുമ്പോൾ അൽ ചേർന്നായിരിക്കും കേട്ടോ. അൽ വാസിയാണ്. അള്ളാന്റെ നാമങ്ങളോടെല്ലാം എന്തുണ്ടാവും? അൽ ചേർന്നുണ്ടാവും. പിന്നെ ഏഷ്യക്ക് എന്ത് പറയും? ആസിയ എന്ന് പറയും. ആസിയ, ഏഷ്യ. റൂസിയ, റഷ്യ. ലൗന്, നിറം. ലൗനിന്റെ ബഹുവചനമാണ് അൽവാൻ. അല്ലാഹു തആല വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും. ലൗന് അൽവാൻ. പിന്നെ നുഹിബ്ബു എന്നൊരു വാക്കുണ്ട്. നുഹിബ്ബു എന്ന് പറഞ്ഞാൽ നാം ഇഷ്ടപ്പെടുന്നു. മറ്റത് നുഹിബ്ബുഹു എന്ന് പറഞ്ഞാൽ നാം അവനെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ പുതിയ വാക്കുകൾ കുറച്ചുണ്ട്. ബാക്കി ഗ്രാമറുകളൊന്നും പുതുതായിട്ട് ഇല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹാദിഹി മദ്രസതി. എന്താർത്ഥം? ഹാദിഹി മദ്രസയാണ്. ഇത് എന്റെ സ്കൂളാണ്. ഇതെന്റെ സ്കൂളാണ്. ഹിയ ഖരീബത്തുൻ മിനൽ മസ്ജിദ്. ഖരീബത്തുൻ മിനൽ മസ്ജിദ്, മസ്ജിദിനോട് അടുത്തതാണ്. അപ്പൊ ഹിയക്ക് എന്താ അർത്ഥം? അത്. ഹിയക്ക് അത്. കാരണം മദ്രസത്ത് സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഹിയ ഉപയോഗിച്ചു. അപ്പൊ നമ്മളെ മദ്രസത്തിനെ കുറിച്ച് പറയുമ്പോൾ അതെന്ന് പറയും. അപ്പൊ ഖരീബത്തുൻ മിനൽ മസ്ജിദ്, മസ്ജിദിനോട് അടുത്തതാണ്. മസ്ജിദിൽ നിന്നും അടുത്താവുന്നല്ല,
മസ്ജിദിനോട് അടുത്താണ്. അപ്പൊ കരീബത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? മിന്നാണ്. അതിനോട് അടുത്തത് എന്ന് പറഞ്ഞാൽ കരീബത്തിൽ മിൻ. ശരി. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാവശ്യം വായിച്ച് പഠിക്കണം. അപ്പൊ കരീബത്തിൽ വന്നാൽ മിന്നാണ് വരേണ്ടത്. കരീബത്തിൽ മിനൽ മസ്ജിദ്, മസ്ജിദിനോട് അടുത്തതാണ്. മലയാളത്തിലെ ഓടാണ് ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷിൽ മിന്നാണ്, അല്ല അറബിയിൽ മിന്നാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അന്നെപ്പോഴാ ഉപയോഗിക്കുക ഉസ്താദേ? അൻ വരുമ്പോ ദൂരെയാണെന്ന് പറയുമ്പോൾ അൻ ഉപയോഗിക്കും. ബഈദുൻ അനിൽ മസ്ജിദ്, ബഈദുൻ അനിൽ മസ്ജിദ്. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. എന്താ അർത്ഥം? ഈ മദ്രസ വലിയ മദ്രസയാണ്. അത് ഒരു വലിയ മദ്രസയാണ്. മദ്രസത്തിൽ നിന്ന് അല്ലില്ലാതെ വന്നപ്പോൾ ഏകവചനമാണെങ്കിൽ ഒരു ചേർത്ത് പറയണം. ഏകവചനമാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചേർത്ത് പറയണം, അല്ലില്ലെങ്കിൽ. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ എ ചേർക്കാതെ പറയാൻ പറ്റില്ല. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ആനൊക്കെ ചേർക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം ഇവിടെ എന്താണ്? അല്ലില്ലാതെ വരുമ്പോൾ അപ്പൊ ബി ഇല്ലെങ്കിൽ എ ചേർക്കണം. ഇറ്റ് ഈസ് എ ബിഗ് സ്കൂൾ. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. അതൊരു വലിയ സ്കൂളാണ്. ലഹ എന്ത് വായിക്കും? സംഖ്യ നമ്മൾ പഠിച്ചായിരുന്നു. ലഹ സലാസത്തു അബ്വാബിൻ. അബുവാബിൻ. സലാസത്തു അബുവാബിൻ. അപ്പൊ ബാബിനെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഏകവചനം പുല്ലിംഗമാണ്. ബാബ് എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്. അതുകൊണ്ട് സലാസത്ത് എന്ന സ്ത്രീലിംഗ സംഖ്യ ഉപയോഗിക്കണം. എന്നിട്ട് അതിന്റെ ബഹുവിനെ ഉപയോഗിക്കണം. അബുവാബിന്റെ ബഹുവിന്, ബാബിന്റെ ബഹുവിനുമായ അബുവാബ് ഉപയോഗിക്കണം. പിന്നെ കസ് കൊടുക്കണം. സലാസത്തു അബുവാബിൻ. ലഹ അതിനുണ്ട്, മൂന്ന് കവാടങ്ങളുണ്ട്. കേട്ടാ. ഇപ്പൊ ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഗേറ്റ് എന്ന അർത്ഥത്തിലുള്ള ബാബാണ്. അല്ലാതെ ആകെ സ്കൂളിന് 3 ഡോറേ ഉള്ളു. 3 ഡോറല്ല, 3 ഗേറ്റ്. സലാസത്ത് അബുവാബിൻ. അബുവാബുഹ മഫ്തൂഹത്തിനിൽ ആന. മഫ്തൂഹത്തുനിൽ ആന. അബുവാബുഹ മഫ്തൂഹത്തുനിൽ ആന. മഫ്തൂഹത്തുൻ പറഞ്ഞിട്ട് അല്ലിന്റെ സുക്കൂൻ വരുന്നുണ്ട്. ഇത് ചെയ്യണം. അപ്പൊ അന്നിന് ഉന്നിന് പകരം നീ ചേർക്കണം. മഫ്തൂഹത്തുനിൽ ആന. അതെന്താണ്? ഇപ്പോൾ തുറക്കപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഓപ്പൺ. ഇറ്റ്സ് ഡോർസ് ആർ ഗേറ്റ്സ് ആർ ഓപ്പൺ. അപ്പൊ ബാബ് എന്നുള്ളത് കവാടം. നമ്മുടെ മലയാളത്തിൽ കവാടം എന്ന് പറഞ്ഞാൽ റൂമിന്റെ ഡോറല്ല, മറിച്ച് പ്രധാന കവാടത്തിനാണ് കവാടം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? ഗേറ്റ് എന്ന അർത്ഥത്തിലാണ് ബാബ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ബാബിന് റൂമിന്റെ ഡോറിനും ബാബ് എന്ന് പറയാം, സ്കൂളിന്റെ ഗേറ്റിനും ബാബ് എന്ന് പറയാം. കേട്ടോ. അബുവാബുഹ മഫ്തൂഹത്തിനിൽ ആന. വാതിലുകൾ ഇപ്പോൾ. അൽ ആന ഇപ്പോൾ. ഈസ് ഓപ്പൺ നൗ. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ. ഫുസൂൽ എന്താണ്? ക്ലാസ് റൂമുകൾ. അതില് എന്തുണ്ട്? അപ്പൊ എങ്ങനെ പറയാൻ അതിന്റെ അർത്ഥം? ധാരാളം ക്ലാസ് റൂമുകളുണ്ട് ധാരാളം ക്ലാസ് റൂമുകളുണ്ട്. ധാരാളം ക്ലാസ് റൂമുകൾ. എന്താർത്ഥം? ഇത് ഞങ്ങളുടെ ക്ലാസ് ആകുന്നു. വിശാലമായ ക്ലാസ് റൂമാണ്. ഇത് വളരെ വിശാലമാണ്. വാസിയാണ്. ഫസ്ലുൻ വാസിൻ. ഇറ്റ് ഈസ് എ വൈഡ് ക്ലാസ് റൂം. അത് വിശാലമായ. വാസിയൻ പിന്നെന്ത് പറയണം? അല്ല, വാസിയോൻ എന്ന് പറയാൻ എന്താ കാരണം? വസിയ വിശാലമാക്കി. വിശാലമായത്. വിശാലമായി. കുർസിയ്യുഹു അസ്സമാവാതു വൽ അർദ്. വിശാലമായി.
വാസിയ വിശാലമായി, അതിന്റെ കർത്താവിന്റെ രൂപമാണ്, കർത്തൃനാമമാണ് എന്ത്? വാസിഅൻ, വിശാലമായത്. ശരി. ഹുവ ഫസ്ലുൻ വാസിഉൻ, അത് വിശാലമായ മനസ്സിലായി. രൂപമാണ്, ക്ലാസ്സാണ്. ഫീഹി നാഫിദതാനി കബീറതാനി, പ്രയോജനപ്രദവും. അതിൽ രണ്ട് ജനല് രണ്ട് ജനലുകളുണ്ട്. ആരാ പ്രയോജനപ്രദം എന്ന് പറഞ്ഞത്? ജനലുണ്ട്. പ്രയോജനപ്രദം ഏത് വാക്ക് ഞങ്ങൾ പറഞ്ഞത്? നാഫിദ ജനലാണല്ലേ? നാഫിആണ് പ്രയോജനം. ആ, ഓക്കേ. നാഫിദത്തുൻ നാഫിയത്താനിക്ക് ബീറത്താനി, വലിയ രണ്ട് ജനലുകളുണ്ട്. ജനലുകൾ രണ്ട് വലിയ ജനലുണ്ട്. ആ ക്ലാസ് റൂമിന് രണ്ട് വലിയ ജനലുണ്ട്. അപ്പൊ നാഫിദത്താനി എന്ന് പറഞ്ഞുകൊണ്ട് താനി രണ്ട് സ്ത്രീലിംഗമാണ്, അതേപോലെ ആനി വന്നു. അതുകൊണ്ട് അതിന്റെ വിശേഷണം കബീറത്താനി, സ്ത്രീലിംഗമാണ്, ആനി ഉണ്ട്, കബീറത്താനി. വഫീഹി മകാതിബു വകുർസിയ്യു, അഥവാ കറാസിയു. കറാസിയു, മകാതിബു വകറാസിയു. അതിൽ മേശകളും കസേരകളും. കറാസിയു, മകാതിബ്. മകാതിബ് എന്താണ്? മേശകൾ, മേശകൾ അല്ലെങ്കിൽ മേശകളും കസേരകളും ഉണ്ട്. കറാസിയു. കുർസിയിന്റെ ബഹുവചനമാണ് കറാസിയു. കുർസിയുൻ കറാസിയു. അപ്പൊ ഇതെന്താണ്? ഇത് രണ്ടും ഒരു നമ്മുള്ള പദങ്ങളാണ്, നാമങ്ങളാണ്. മക്തബുൻ മകാതിബു, കുർസിയുൻ കറാസിയു. രണ്ട് ബഹുവചനങ്ങളും എന്താണ്? ഒരു നമ്മുള്ള ബഹുവചനങ്ങളാണ്, ഒരു നമ്മുള്ള നാമങ്ങളാണ്. മകാതിബു കറാസിയു. അപ്പോ അതിൽ ഡെസ്കുകളും മേശകളും ഉണ്ട്. വഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, അതിലെന്തുണ്ട്? അതിൽ വലിയ ബോർഡുണ്ട്. അതിൽ ഒരു വലിയ ബോർഡുണ്ട്. ബോളാണല്ലോ, ഞാൻ ബോളെന്ന് പഠിച്ചു. ബോളല്ല, സബ്ബൂറത്തിനോ? കഴിഞ്ഞ പ്രാവശ്യം ബോളെന്ന് പഠിച്ചത്. ബോർഡ്. സബ്ബൂറത്തുൻ, കുറത്തുൻ ബോൾ, സബ്ബൂറത്തുൻ ബോർഡ്. ഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? അൽ ഇല്ലാതെ ഏകവചനം വന്നാൽ ഒരു ചേർത്ത് പറയണം. ഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ. അതിൽ ഒരു വലിയ ബോർഡുണ്ട്. അപ്പൊ എണ്ണം പറയാനല്ല എങ്കിലും മലയാളത്തിന്റെ ശൈലിയിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. അതിലൊരു വലിയ ബോർഡുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. അപ്പൊ എണ്ണം പറയാനല്ല കാര്യം, പക്ഷേ ഒരു ചേർത്തിട്ടാണ് പറയുക. അതിലൊരു വലിയ ബോർഡ്. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പം ദർ ഇസ് എ ബിഗ് റൈറ്റിംഗ് ബോർഡ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ഇറ്റ്. അതിൽ കിതാബ് എന്ന് പറയുന്ന പോലല്ലേ ഇതൊരു പുസ്തകമാണ്. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞപ്പോ അല്ലില്ല, ഏകവചനമാണ്, അപ്പോൾ ഒരു ചേർത്തിട്ടാ പറയുന്നത്. ഇതൊരു പുസ്തകമാണ്. ഓക്കെ. ഹാദാ മക്തബുൽ മുദർരിസി. മക്തബുൽ മുദർരിസി ഇതെന്താണ്? അപ്പൊ അവിടെ ഏ ഉപയോഗിക്കില്ല, അവിടെ ഒരു ഉപയോഗിക്കില്ല. അവിടെ അത് മേശ തന്നെയാണ്. മേശ തന്നെയാണ്. കാരണം ക്ലാസ്സിനകത്തുള്ള മേശകളെ കുറിച്ചാണ് പറയുന്നത്. ക്ലാസ്സിനകത്തുള്ള മേശകളെ കുറിച്ചാണ്. അതാ മക്തബുൽ മുദരിസ്. ഇവിടെ എന്താ? ഏകവചനത്തിന് നമ്മൾ എന്ത് ചെയ്തില്ല? ഒരു ഉപയോഗിച്ചില്ല. കാരണം ഇതെന്താണ്? മക്തബുൽ മുദരിസി. അതിന് തന്മീൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തന്മീൻ ഇല്ലാതെ വരുമ്പോൾ ഒരു ഉപയോഗിക്കില്ല. തന്മീൻ ഇല്ലാതെ വരുമ്പോൾ ഒരു ഉപയോഗിക്കില്ല. തന്മീൻ ഉണ്ടെങ്കിലാണ് ഒരു ഉപയോഗിക്കുക. തന്മീൻ ഉണ്ട് ഏകവചനമാണെങ്കിൽ ഒരു ഉപയോഗിക്കും. തന്മീൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വാക്കിനോട് ബന്ധപ്പെടുത്തിയായിരിക്കും. ഇവിടെ എന്താണ്? മക്തബുൽ മുദർരിസി. യെസ് യെസ് യെസ്, മക്തബുൽ മുദർരിസി. ഇങ്ങോട്ട് ഇളാഫത്ത് ചെയ്തിരിക്കുക. ഇത് മുദർരിസിന്റെ മക്തബ. അപ്പൊ ഒരു ഉപയോഗിക്കില്ല. ഇത് മുദർരിസിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്പെസിഫിക് അല്ല, അൺസ്പെസിഫിക് ആണ്. അതേസമയം
ഇളാപത്ത് ചെയ്യുമ്പോൾ ഇവിടെ അതെന്താണ്? സ്പെസിഫിക് സ്പെസിഫിക് ആയി. ആകും. ഇളാപത്ത് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആകും. ഉണ്ടാക്കിയതാരാ? ഫരീദ് സാഹിബിനെ ഞാൻ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒച്ച ഉണ്ടാക്കുന്നവരെ മൈക്ക് ഓഫ് ചെയ്യാൻ, വായടയ്ക്കാൻ. അപ്പോ ഫിഹി എന്താ പറയാ, ഹാദ മക്തബുൽ മുദരിസി, ഇത് അധ്യാപകന്റെ ഡെസ്കാണ്. വദാക, ദാക ഈസ് ഈക്വൽ ടു ജാലിക. ദാക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജാലിക. വേറെ പേരാണോ? ദാക എന്ന് പറഞ്ഞാലും ജാലിക എന്ന് പറഞ്ഞാലും സെയിം യൂസേജ്, യാതൊരു വ്യത്യാസമില്ല. ശരി. ഇവിടെ എന്താ ദാലിക്ക ഉപയോഗിക്കാത്തത്? ദാലിക്ക എന്ന് പറയാം, ദാലിക്ക കുർസിയ്യു എന്ന് പറയാം, ദാലിക്ക കുർസിയ്യു എന്ന് പറയാം, ദാലിക്കയും പറയാം, ദാക്കയും പറയാം, കുഴപ്പമില്ല. അപ്പൊ ആ പ്ലൂറല് രണ്ടിന്റെ സെയിം ആണോ? ഉലായിക്ക തന്നെ. ദാലിക്ക ശ്രീലിംഗം തിൽക്ക അതൊക്കെ സെയിം ആണ്. ദാലിക്ക വരുമ്പോഴത്തേക്ക് എന്താണ്? ദാലിക്കയുടെ ബഹുവചനം ഉലായിക്കാണ്. ദാക്ക വരുമ്പോഴും അങ്ങനെ തന്നെ. സ്ത്രീലിംഗം അങ്ങനെ തന്നെ, തിൽക്ക. ദാലിക്കയുടെ സ്ത്രീലിംഗം തിൽക്ക. ദാലിക്ക കുർസിയ്യുഹു എന്താണ്? അത് കുർസിയ്യുഹു, അദ്ദേഹത്തിന്റെ കസേര. അതാ മക്തബുൽ മുദരിസി, ഇത് അധ്യാപകന്റെ മേശയാണ്. വദാക കുർസിയ്യുഹു, അത് അദ്ദേഹത്തിന്റെ കസേര. അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ അദ്ദേഹം എന്ന് പറയാം. മലയാളത്തിൽ പറയുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാലും ഏകവചനമാണ്. വത്തിൽക മകാതിബു തുല്ലാബി. ഇവിടെ ഹാദാ മക്തബ് എന്ന് പറഞ്ഞപ്പോ ഏകവചനമാണ്. ഇവിടെ രണ്ടാമെന്ന് പറയുന്നത് തിൽക്ക മക്കാത്തിബ് എന്ന് പറഞ്ഞപ്പോ മക്കാത്തിബ് എന്താണ്? ബഹുവചനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബഹുവചനത്തെ സ്ത്രീലിംഗമായ തിൽക്ക ഉപയോഗിച്ചു. ബഹുവചനത്തിനോടൊപ്പം എന്ത് വേണം? തിൽക്ക വേണം. തിൽക്ക മക്കാത്തിബ് തുല്ലാബി. ഇപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയും? തിൽക്ക മക്കാത്തിബ് എന്ന് പറയുമ്പോ എന്ത് പറയും? വിദ്യാർത്ഥികളുടെ തിൽക്ക തിൽക്ക അവ അവ തിൽക്ക മക്കാത്തിബു തുല്ലാബി, അത് സ്റ്റുഡൻസിന്റെ ടേബിളാണ്. വകറാസിയ്യുഹും, അവരുടെ കസേരകളുമാണ്. മക്തബുൽ മുദരിസി കബീറുൻ, അധ്യാപകന്റെ മേശ വലുതാണ്. മക്കാത്തിബു തുല്ലാബി സഗീറത്തുൻ, വിദ്യാർത്ഥികളുടെ അതെന്താണ്? എന്തുകൊണ്ടാണ് സഗീറത്ത് എന്ന താവുള്ള വാക്ക് ഉപയോഗിച്ചത്, സ്ത്രീലിംഗം ഉപയോഗിച്ചത്? മക്കാത്തിബ് ബഹുവചനമായതുകൊണ്ട്, മക്കാത്തിബ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. ഏകവചനം വിശേഷിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് ഞാൻ പറയുന്നതാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? വിശേഷണം സ്ത്രീലിംഗായിരിക്കണം പ്ലൂറിലാവുമ്പോ അല്ലെ? അതെ, പ്ലൂറിലാകുമ്പോ വിശേഷണം സ്ത്രീലിംഗ ഏകവചനം. കാത്തിബു തുല്ലാബി സഗീറത്ത്. ഇവിടെ വിശേഷണമല്ല, അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഖബർ എന്ന് പറയും. കാത്തിബു തുല്ലാബി. അപ്പൊ അതിന് എന്ത് വേണം? അതിനും ജെൻഡർ കോർഡിനേഷൻ വേണം, മാച്ചിങ് വേണം. ജെൻഡർ മാച്ചിങ് ആയിരിക്കും. മക്കാത്തിബിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്. മക്കാത്തിബ് ബഹുവചനമായതുകൊണ്ട് സഗീറത്തിന് സ്ത്രീലിംഗം ഉപയോഗിക്കണം. ഓക്കെ, മക്കാത്തിബ് തുല്ലാബി സഗീറത്ത്. ഫീ ഫസ്ലിന അശറത്തു തുല്ലാബിൻ.
ആ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അഷറ ഷീൻ എന്ത് കൊടുക്കണം? പത്തായി പത്ത്. സുക്കൂൻ ഷീന് 10 10. കൊടുക്കണം. അഷറത്തു തുല്ലാബിൻ. അല്ലാഹു തആല തിൽക അഷറത്തുൻ കാമിലത്തുൻ. തിൽക അഷറത്തുൻ കാമിലത്തുൻ. അപ്പൊ അതേപോലെ ഈ ഫസ്ലിന് അഷറത്തു തുല്ലാബിൻ. അപ്പൊ നമ്മൾ പഠിച്ച പല നിയമങ്ങളും ഈ പല ഗ്രാമർ പോയിന്റുകളും ഇതിനകത്തുണ്ട്. ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. അഷറത്തു തുല്ലാബിൻ. അതിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. അവർ വ്യത്യസ്തങ്ങളായ പല പട്ടണങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പല നാടുകളിൽ നിന്നുള്ളവരാണ്. പല രാജ്യങ്ങൾ നാടുകളിൽ നിന്നുള്ളവരാണ്. ഈ മുഖത്തലിഫത്ത് എന്ന് പറഞ്ഞ ഉസ്താദെ ഭിന്നമായ, ഡിഫറൻറ്റ് മുഖ്തലിഫത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ളത് എന്നാണ് അർത്ഥം. വ്യത്യസ്തമായ എന്ന് പറയാം മലയാളത്തില്. വ്യത്യസ്തമായ, യഖ്തലഫ ഭിന്നിച്ചു. അല്ലാതെ സ്ഥലത്തിന് നമ്മളെ ഹജ്ജിന് പോണ മുഖത്തലിഫ് അല്ലാതെ. അതെന്താണ്? മീമ് സായാണ്. മീമ് ഖാ ആണ്. സ്ക്രീൻ കാണുന്നുള്ള റഷീദ് സാറേ? ഉണ്ട്. മുഖ്തലിഫത്തുൻ. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അത് തന്നെ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. ഉസ്താദ് ഒരു സംശയം. ആ ഈ മുഖ്തലിഫത്തിന് അപ്പൊ മിന്നിന്റെ ജർറ് സ്വീകരിക്കൂല? ബിലാദിൻ മുഖ്തലിഫത്തിൻ എന്നാണ് വായിച്ചത്. അല്ല, ഇടക്ക് മുഖ്തലിഫത്തുൻ വായിച്ചായി തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ്. ഓക്കെ, എങ്ങനെ വായിച്ചു? മുഖ്തലിഫത്തുൻ എന്ന് ഞാൻ കേട്ടത് തെറ്റിയായിരിക്കുന്നാല്. കേട്ടത് ശരിയാണ്, പക്ഷെ അത് അർത്ഥം പറയാൻ വേണ്ടി മുഖ്തലിഫത്ത് എന്ന് പറഞ്ഞതാ. മുഖ്തലിഫത്തിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് മുസ്ദലിഫയുടെ ആണെന്നാണ് പറയാൻ വേണ്ടി മുസ്ദലിഫ എന്ന് പറഞ്ഞു. ബിലാദിൻ വരാൻ എന്താ ഉസ്താദെ കാരണം? എന്ത് വന്നു? ബിലാദിൻ എന്ത് വന്നു? ബിലാദിന മിൻ വരുമ്പോ ജറല്ലേ, കെസ്ർ. ബിലാദിൻ അല്ല, മറ്റേ അവിടെ ബിലാദി എന്നല്ലേ, മിൻ വരുമ്പോ കെസ്റല്ലേ, ജറ്. ബിലാദിൻ എന്ന് പറഞ്ഞപ്പോ എന്താ വന്നത്? ബിലാദിൻ എന്ന് പറയുമ്പോ കെസ്റല്ലേ? ബിലാദിൻ എന്ന് വായിക്കുമ്പോൾ കെസ്റല്ലേ? ബിലാദിൻ എന്ന് വായിക്കുമ്പോ കെസ്റല്ലേ ഉള്ളത്? അതെ. അവിടെ ഒരു ചെറിയ ഡൗട്ട് അവിടെ. ഇപ്പോഴും ഡൗട്ട് ഉണ്ടോ? അല്ല, മിൻ വെച്ച കെസറല്ലേ പറഞ്ഞത്? ബിലാദി കെസറല്ലേ ഉള്ളത്? അല്ല, തൻവീനല്ലേ പറഞ്ഞത്? ബിലാദിൻ. തൻവീൻ വേറെ, കെസർ വേറെ. ഇതിലിപ്പോ ശരിക്കും തൻവീന കെസറ വേണ്ട? ബിലാദി അതെ, തൻവീൻ വേറെ വിഷയമാണ്, കെസർ വേറെ വിഷയമാണ്. അപ്പൊ ഇവിടെ എന്താ ശരിക്ക് പറയണത്? തൻവീനാണോ കെസറാണോ? രണ്ടുണ്ട്. അതെ, നിങ്ങൾ കസറിന് പകരം വരുന്ന ഒന്നല്ല തൻവീൻ. അല്ല, അതുകൊണ്ടാണ് സംശയം പറഞ്ഞത്. അതുകൊണ്ടാണ് സംശയം ഇല്ലാതിരിക്കേണ്ടത്. അതായത് ഞാൻ ചോദിക്കുന്നത്, സ്റ്റുഡൻസ് റഷീദ് സാഹിബും ഉണ്ട്, അതേപോലെ ഫരീദ് സാഹിബും ഉണ്ട്. എന്തുകൊണ്ട് പിന്നെ ഫരീദ് വന്നു എന്ന് വെച്ചാൽ ഫരീദും വരാം, റഷീദ് സാറും വരാം. സ്റ്റുഡൻസ് ആണ്. ഇപ്പോ ഉസ്താദ് ഒന്നേ ഉള്ളൂ, ഒരു ഉസ്താദെ പഠിപ്പിക്കുള്ളൂ ഒരു സമയത്ത്. ഞാൻ ഈ കാര്യത്തിൽ ഒരു ട്യൂബ് ലൈറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് പറഞ്ഞ അടിസ്ഥാന നിയമം കെസറാണല്ലോ. അല്ല, കെസറിന് പകരം വരുന്നതല്ല തൻവീൻ. അതറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. കെസറിന് പകരം വരുന്നത് ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്. അല്ലാതെ തൻവീനും
കെസറുമായിട്ട് എന്ത് ചെയ്യണ്ട, മിക്സ് ചെയ്യണ്ട. തൻവീൻ വന്നാൽ കെസർ വരാൻ പാടില്ല, കെസർ വന്നാൽ തൻവീൻ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂ. അല്ല അപ്പൊ ഇവിടെ ശരിക്കും എന്താണെന്നാണ് എന്റെ ചോദ്യം. അതാണ് ഞാൻ കാരണം ഇവിടെ രണ്ടും ഉണ്ട്. എന്റെ അത് പറയുമ്പോഴേ ഈ കൺഫ്യൂഷൻ, അതായത് ഒരു പുതിയ സെന്റൻസ് കൺഫ്യൂഷൻ തുടങ്ങിയല്ലോ എന്തിനാണ്? സാറേ. കൺഫ്യൂഷൻ എന്തിനാണ്? വഹും ഹും മിൻ ബലദി എന്നല്ലേ പറയണ്ടത്? ഞാൻ ചോദിച്ചത് ബിലാദാണ് ബലതി പറഞ്ഞല്ലോ, പിന്നെ ബലതി പറഞ്ഞു, ബലതിന് ഒരു കെസർ കൂടെ കൊടുക്കുന്നല്ലേ ഉള്ളൂ. ആ ബിലാദാണ്, ബിലാദ്. ഒരു കെസറിനോട് കൊടുത്തപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അതല്ലേ ശരി. അതാണ് ശരി. ബലദുൻ ആ. ബിലാദുൻ, ബലദുൻ ബിലാദുൻ, മിൻ വന്നുകൊണ്ട് ബിലാദിൻ. ഓക്കെ, സംശയം പോയോ? ഇപ്പൊ പോയിട്ടുണ്ടാവും. ഇത് ബാക്കിയുണ്ട്. പോയിട്ടില്ല. എന്താ ഇല്ല ചെയ്യേണ്ടത്? പോയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 മുതൽ പാഠം കംപ്ലീറ്റ് വായിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് ദുബായ്, ഇപ്പൊ എവിടെയാണുള്ളത്? ദുബൈയിലുള്ളത്? അല്ല ഇപ്പൊ നാട്ടിലെത്തി. നാട്ടിലെ കോഴിക്കോട്? നാട്ടിലെത്തി. എവിടെയാണ്? അല്ലല്ല ഇപ്പൊ എറണാകുളത്താണുള്ളത്. എറണാകുളത്ത്. അപ്പൊ കൊച്ചിന്ന് അതെ. ദുബൈയിലേക്ക് പറക്കുമല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യണം? പുസ്തകം വായിക്കാം. മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിലും പുസ്തകം വായിക്കാം. പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇത് ആദ്യം വരെ അവസാനം വരെ പാഠങ്ങൾ വായിക്കണം. റീഡ് മോർ, റീഡ് മോർ, ഒരുപാട് പ്രാവശ്യം വായിക്കണം. അടുത്തിരിക്കുന്ന ആൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അറബി എന്ത് ചെയ്യണം? ഒരുപാട് പ്രാവശ്യം വായിക്കണം. അതായത് ഏത് ലാംഗ്വേജ് പഠിക്കുന്നതിനും ഒരു പ്രധാന ഘടകം റീഡ് മോർ, ലിസൺ മോർ. റീഡ് മോർ, ലിസൺ മോർ. ലിസൺ മോർ എന്ന് പറയുന്നത് നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടെയാണ്, പ്രസംഗകൻ കൂടെയാണ്, പ്രഭാഷകൻ കൂടെയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മള് അറബിയിലുള്ള തഫ്സീർ എടുത്തിട്ട്, തഫ്സീറുള്ള അറബി ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തു. ഉസ്മാൻ ഖമീസ്, അതേപോലെ വേറെ ആരതോ അറബി, സ്ഫുടമായ അറബി, ആരെങ്കിലും സ്ഫുടമായ അറബി സംസാരിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുക, നിരന്തരം കേൾക്കുക. വീഡിയോ കേൾക്കാമല്ലോ നിങ്ങൾക്ക്, വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുക. ഇത് കേൾക്കുന്ന ക്ലാസ് എല്ലാം എന്തായിരിക്കണം? സ്ഫുടമായ അറബി ആയിരിക്കും. എൻ്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്, അത് കേൾക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരാളിന്റെ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് ആ ആളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ആളുടെ തന്നെ സ്ഥിരമായിട്ട് കേൾക്കുക. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്ഫുടമായ അറബി, അതായത് ഫുസ്ഹ എന്ന് പറയും, ഫുസ്ഹ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നതെങ്കിൽ, ക്ലാസ് എടുക്കുന്നെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഈജിപ്ഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലെബനാസി നീട്ടും കുറുക്കും ഒക്കെ ഉള്ളതൊന്നും ഫോളോ ചെയ്യരുത്. സ്ഫുടമായ അറബി. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോൾ സ്ഫുടമായ മലയാളത്തിലായിരിക്കും പ്രസംഗിക്കുക. അതേസമയം ചില ആൾക്കാർ ചില സ്ഥലത്ത് പ്രാദേശിക മലയാളത്തിൽ സംസാരിച്ചു, അത് മലയാളം പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നപോലെ അറബി പഠിക്കുന്നവർക്ക് ഞാൻ വന്ന പ്രാദേശിക ഭാഷ, കോഴിക്കോട് പ്രാദേശിക ഭാഷയോ അല്ലെങ്കിൽ കണ്ണൂർ പ്രാദേശിക ഭാഷയോ ഒന്നും എനിക്ക് മനസ്സിലാവും. എനിക്ക് അച്ചടി ഭാഷ മനസ്സിലാവും. തൃശ്ശൂർ ഭാഷയും പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. അതായത് നാടൻ ഭാഷ പറയുന്ന ആൾക്കാരുണ്ട്, അല്പസ്വല്പ വ്യത്യാസമല്ല ഉദ്ദേശിച്ച്. തനി നാടൻ ഭാഷ സംസാരിക്കുന്നവര് സംസാരിച്ച നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ സ്ഫുടമായ ലാംഗ്വേജ് പറയുന്ന ആൾക്കാരെ ക്ലാസ് എടുത്തിട്ട് അയാളിത് മാത്രം, അതായത് ഒരാളെ ഫോക്കസ് ചെയ്ത്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരാൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്, പദങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പ്രസംഗകന്മാർക്ക് നിങ്ങളിപ്പം ഒരു ഖുർആൻ ആയത്തോ അല്ലെങ്കിൽ ഹദീസ് ക്ലാസ്സോ ഖുർആൻ ക്ലാസ്സോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് സംബന്ധമായി പ്രസംഗിക്കാൻ ഒരുപാട് പോയിന്റുകൾ കിട്ടും. നമ്മൾ മലയാളത്തിന്റെ ബൗണ്ടറി വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പോവാറുണ്ട്. അതെടുത്തിട്ട് കേൾക്കണം. അപ്പൊ എന്ത് ചെയ്യാം? അറബി കേൾക്കുമ്പോഴത്തേക്ക് അറബി നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അറബിയുമായിട്ട് ടച്ച് ഉണ്ടാവും, ലാംഗ്വേജ് ടച്ച് ഉണ്ടാവും, അതുമായി യൂസ് ടു ആയി വരും. അല്ലാതെ നമ്മൾ ഗ്രാമർ പഠനമല്ല ശരിക്കും ലാംഗ്വേജ് പഠനം എന്നുള്ളത്. എല്ലാവർക്കും പറഞ്ഞു കേട്ടോ, ഒരു റഷ്യക്കാരോട് മാത്രമല്ല, എല്ലാവരോടുമാണ്. നമ്മളിനി ഹദീസുകൾ വായിക്കണം, ഖുർആൻ വായിക്കണം, അതേപോലെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ കേൾക്കുക, ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും. ചോദ്യോത്തരങ്ങളൊക്കെ ചില ടി വിയിൽ നല്ല സ്ഫുടമായ ഭാഷയിൽ തന്നെ ഉണ്ടാവും, ചില ടി വി ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും. അപ്പൊ ചോദ്യോത്തരങ്ങൾ നമുക്ക് കുറെ നിയമങ്ങൾ പഠിക്കുകയും ചെയ്യാം, അതേപോലെ നമുക്ക് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം. മലയാളത്തിൽ എഴുതി വെച്ചതിനപ്പുറം ഒരുപാട് 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 നമുക്ക് വായിക്കാനും പഠിക്കാനും ഉണ്ട് ഇസ്ലാമിന്. മലയാളത്തിൽ എഴുതപ്പെട്ട എല്ലാം
തുലോ നിസ്സാരമാണ്. അപ്പൊ അതാണ് കേട്ടോ സാറേ. ബിലാദിൻ ബലദുൻ എന്നിടത്ത് തൻവീനുണ്ട്, അതുകൊണ്ട് ബിലാദിൻ എന്നിടത്തും തൻവീനുണ്ട്. തൻവീൻ പോകാനുള്ള കാരണമൊന്നും വന്നിട്ടില്ല. തൻവീൻ പോകേണ്ട കാരണം അൽ വന്നാൽ തൻവീൻ പോകും, അതേപോലെ അടുത്ത ഉള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്താൽ തൻവീൻ പോകും. തൻവീൻ ഉള്ള നാമങ്ങൾക്ക് അടിസ്ഥാനപരമായും തൻവീൻ ഉണ്ടാവും. അതെപ്പോഴും അത് കൂടെ ഉണ്ടാവും. കെസ്ർ വന്നാൽ തൻവീൻ ഉണ്ടാവും, വം വന്നാലും തൻവീൻ ഉണ്ടാവും, ഫത്ത വന്നാലും തൻവീൻ ഉണ്ടാവും. തൻവീനുള്ള നാമങ്ങൾക്ക് അത് പൊസിഷൻ അല്ല പ്രശ്നം. തൻവീൻ പോകേണ്ട പൊസിഷൻ ആണെങ്കിൽ തൻവീൻ പോകും. തൻവീൻ പോകേണ്ട പൊസിഷൻ ആണെങ്കിൽ തൻവീൻ പോകും. അതായത് ഇളാഫത്ത് ചെയ്താൽ അതിന് പിന്നെ എന്ത് ചെയ്യും? തൻവീൻ പോകും. ബിലാദ് എന്ന് വന്നു, ബിലാദ് ഫി ബിലാദിൽ മുസ്ലിമീന. അപ്പൊ എന്തായി? ബിലാദി എന്നേ പറയുള്ളൂ, ബിലാദിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതേപോലെ അൽ ബിലാദി എന്ന് പറയേണ്ടടുത്ത് വരുമ്പോൾ അൽ ബിലാദി എന്നേ പറയുള്ളൂ. അൽ വന്നാൽ തൻവീൻ പോകും. ഓക്കെ, അടുത്തെന്താണ്? ബിലാദിൻ മുഖ്തലിഫത്തിൻ. ഹാദാ മുഹമ്മദുൻ, ഹാദാ മുഹമ്മദുൻ. ഏകവചനം വിചാരിച്ച് ഒരു ചേർക്കരുത് കേട്ടാ. മുഹമ്മദ് ഇത് മുഹമ്മദാണ്. ഇത് മുഹമ്മദാണ്. അപ്പൊ എന്താണ്? അത് വ്യക്തിയുടെ പേരാണ്. വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഒരു മുഹമ്മദ് എന്ന് പറയില്ല, ഒരു മുഹമ്മദ് ഒന്നും പറയില്ല. മുഹമ്മദ് വന്നു. അപ്പൊ ഇത് മുഹമ്മദാണ്. കുറെ മുഹമ്മദ് ഉണ്ടെങ്കിൽ ഒരു മുഹമ്മദ് ഒന്നും പറയാം. അതാ മുഹമ്മദിൻ. വഹുവ മിനൽ യാബാനി. ജപ്പാനിൽ നിന്നാണ്. അദ്ദേഹം ജപ്പാനിൽ നിന്നുള്ളവനാണ്. വഹദ ഖാലിദുൻ. ഇത് ഖാലിദാണ്. ഖാലിദ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ ഇത് തൻവീനുള്ള നാമമാണോ ഇതെന്ന് അറിയാൻ പറ്റും. നാടുകളുടെ പേര് ചിലപ്പോൾ കെസർ വരില്ല. കെസർ വരുമെന്ന് ഉറപ്പുള്ളത് എവിടെയാണ്? അല്ലുണ്ടെങ്കിൽ അവിടെ കെസർ വരും. അല്ലുണ്ടെങ്കിൽ കെസർ വരും. അപ്പൊ വഹുവ മിനസ്സീനി, അവൻ ചൈനയിൽ നിന്നുള്ള ആളാണ്. വഹാദ അഹ്മദു. അഹ്മദു ഇതാരാണ്? ഇത് അഹ്മദാണ്. അപ്പൊ അഹമ്മദിന് എന്താ ഖാലിദിനെ പോലെ തൻവീൻ കൊടുക്കാഞ്ഞത്? മുഹമ്മദിനെയും ഖാലിദിനെയും പോലെ തൻവീൻ കൊടുക്കാഞ്ഞത് എന്താ? അത് നമ്മൾ എഴുതി വെക്കണം. അഹ്മദ് എന്ന പാറ്റേൺ നമ്മൾ തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ ഒരു പേജിൽ എഴുതി വെച്ചിട്ടുള്ള ആരുണ്ട്? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സ്പെസിഫിക് പേജിൽ തന്നെ തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? അടുത്ത പേജിൽ അഹ്മദു എഴുതി വെക്കണം. അഹ്മദു എന്നത് എന്താണ്? അത് തൻവീൻ സ്വീകരിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഫാത്തിമത്തും എന്ന് പറഞ്ഞതും ത്വൽഹത്തും ഫാത്തിമത്തും ഒക്കെയാണ് എന്താണ്? താവുള്ള നാമമായതുകൊണ്ട് അത് തൻവീൻ സ്വീകരിക്കില്ല. ഇവിടെ എന്താണ്? അഹ്മദു എന്ന ഒരു പാറ്റേൺ ആണ്. അഹ്മദു, ഒന്നാമത്തേന് ഫതഹ്, രണ്ടാമത്തേന് സുക്കൂന്, മൂന്നാമത്തേന് ഫതഹ്. അഹ്മദു. അഹ്മദു പോലെ വരുന്നതെല്ലാം എന്താണ്? ചേർന്ന് വരും. അഹ്മദു. അപ്പൊ ഹംസ ഉണ്ടാവും. തുടക്കത്തിൽ ഹംസ ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ ഇതേ പാറ്റേണിൽ വരും. ഇതേ ഘടനയിൽ വന്നാൽ എന്താണ്? അത് തൻവീൻ സ്വീകരിക്കില്ല. അപ്പൊ അഹ്മദ് പ്രത്യേകം എഴുതി വെക്കണം. തൽഹത്തു, ആമിനത്തു, ഖദീജത്തു ഇതൊക്കെ വേറെ എഴുതി വെക്കണം. മറിയമു, സൈനബു ഇതൊക്കെ വേറെ എഴുതി വെക്കണം. തൽഹത്തും ഫാത്തിമത്തും ഒക്കെ താഴെയുള്ളത് കൊണ്ട് തൻവീൻ സ്വീകരിക്കില്ല. സൈനബും മറിയമും ഒക്കെ സ്ത്രീകളുടെ പേരായതുകൊണ്ട് തൻവീൻ സ്വീകരിക്കില്ല. അഹ്മദു എന്നത് അഹ്മദ് എന്നൊരു ഘടന, ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ വരുന്ന നാമങ്ങളൊന്നും
തൻവീൻ സ്വീകരിക്കില്ല. അഹ്മദു, അഹ്മറു, അഹ്മദു, അസ്ഫറു ഇതൊന്നും സ്വീകരിക്കില്ല. വഹുവ മിനൽ ഹിന്ദി, അയാൾ ഹിന്ദിക്കാരനാണ്. മിനൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് നിന്നോ? ആ ഇന്ത്യയിൽ നിന്നുള്ളയാളാണ്, അല്ലാതെ ഹിന്ദിക്കാരനാണെന്ന്. വഹാദ ഇബ്രാഹിമു, ഇതെന്താണ്? ഇത് ഇബ്രാഹിമാണ്. അപ്പൊ ഇബ്രാഹിം എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്. തൻവീൻ സ്വീകരിക്കാത്ത നാമം. ശരിയാണ്. ആ അപ്പോ പ്രവാചകന്മാരുടെ പേര് അടുത്തടുത്ത് വരുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആയത്തെടുത്ത് വായിച്ചു നോക്കുക. അതിലെന്തുണ്ട്? തൻവീൻ സ്വീകരിക്കാത്ത പ്രവാചകന്മാരുടെ പേരുകൾ ഉണ്ടാവും. നൂഹ്, ഹൂദ്, സ്വാലിഹ്. ഇബ്രാഹിം സ്വാലിഹിലല്ല, സ്വാലിഹിൽ എന്താണ്? നൂഹ്, ഹൂദ്, സ്വാലിഹ് ഇതെല്ലാം തൻവീൻ ഉള്ളതാണ്. മുഹമ്മദ് തൻവീനുള്ള നാമങ്ങളാണ്. അല്ലാത്ത പേരുകളെല്ലാം നമ്മൾ പ്രത്യേകം എഴുതി എടുക്കുക. ആയത്ത് നമ്പർ ഇട്ട് ആയത്ത് ഒരാൾ കോപ്പി ചെയ്ത് ഗ്രൂപ്പിലിടുക. ഏതായത്തെ പ്രവാചകന്മാരുടെ പേര്, കൂടുതൽ പേരുകൾ അടുത്തടുത്ത് വരുന്ന ഒരായത്ത്, 1-2 ആയത്ത് അതെടുത്ത് പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. അപ്പൊ ആ പേരുകൾ, ആ പ്രവാചകന്മാരുടെ പേരുകളെല്ലാം എന്താണ്? ഒരു ദമ്മ് മാത്രം സ്വീകരിക്കുന്നവയാണ്. അതെടുത്ത് എന്ത് ചെയ്യണം? ഒരു പേജ്, നോട്ട്ബുക്കിന്റെ ഒരു പേജിൽ എഴുതണം. നിങ്ങൾ കുറച്ച് ബാക്കി സ്ഥലം കിടക്കുമെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. അതില് അല്ല ഇത് വേസ്റ്റൊന്നുമല്ല. മൂസയൊക്കെ എഴുതേണ്ടി വരുമോ? എന്ത്? ഒരു ബൊമ്മ സ്വീകരിക്കുന്നത് മാത്രമേ ആ എഴുതിയാൽ മതിയോ? മൂസ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മൂസ ഈസ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്? അത് ഒരു അടയാളം സ്വീകരിക്കില്ല. മൂസയും ഈസയും ഒരടയാളവും സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞത് ആ ആയത്തുകൾ, പ്രവാചകന്മാരുടെ പേരുകൾ ചേർന്ന് വരുന്ന ഒരായത്തുണ്ട്. ആ ആയത്തെടുത്ത് ഗ്രൂപ്പിലിടുക. എന്നിട്ട് ബാക്കി പ്രവാചകന്മാരുടെ പേരും കൂടെ ഇട്ട് കൊടുക്കുക. ഒരാളിട്ടാല് എല്ലാവർക്കും നോട്ട്ബുക്കിൽ കോപ്പി ചെയ്ത് എഴുതി വയ്ക്കാം. പ്രവാചകന്മാരുടെ പേരെല്ലാം എഴുതി വയ്ക്കാം. ആ ആയത്ത്, കൂടുതൽ പ്രവാചകന്മാരുടെ പേര് വരുന്ന ആയത്ത് ഒരുമിച്ച് എഴുതി വയ്ക്കുക. ആ ആയത്ത് അങ്ങനെ തന്നെ എഴുതുക. ബാക്കി പ്രവാചകന്മാരുടെ പേരൊക്കെ എൻ്റെ താഴെ എഴുതുക. 25 പ്രവാചകന്മാരുടെയും പേര് എഴുതി കഴിയുമ്പോൾ നമുക്ക് 10 തൻവീൻ സ്വീകരിക്കാത്ത പേരുകളൊക്കെ മനസ്സിലാവും. വഹുവ മിൻ ഖാന, അദ്ദേഹം എവിടെയുള്ള ആളാണ്? ഗാനയിലുള്ള ആളാണ്. ആഫ്രിക്കയിലെ ഗാനയാണ്. ആഫ്രിക്കയിലെ ഗാന, ഇന്ത്യയിലെ ഗാന അല്ല. ഈ ഹുവക്ക് മുമ്പ് വാവ് അവിടെ ആവശ്യമുണ്ടോ ശരിക്കും? വഹുവ അവൻ. അപ്പൊ എന്താണ്? സെന്റൻസ് അടുത്ത സെന്റൻസ് ആയിട്ട് പറയാണ്. ആൻഡ് അല്ലേ? അല്ല, വഹാദ ഇബ്രാഹിമും ഹുവ മിൻ ഖാന. അവിടെ അറബിയുടെ ശൈലി അനുസരിച്ച് ആൻഡ് ചേർത്തിട്ടാ പറയാ. അറബിയുടെ അനുസരിച്ച് and they are وهم من بلاد مختلفة and they are from various places. هذا أحمد وهو and this is Muhammad and he is from Japan. വാ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ എല്ലാം ആൻഡിന്റെ അർത്ഥത്തിലാണ്. വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കും ചിലപ്പോ. ഇപ്പൊ സത്യം ചെയ്യണ്ട. നമ്മള് ഭാഷ പഠിക്കുന്നതുകൊണ്ട് സത്യം ചെയ്യാനില്ല. യൂട്യൂബിൽ പഠിച്ചിട്ടുണ്ടോ? ഇത് യുക്തിയും ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ സത്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയാം. വാ സത്യം ചെയ്യാൻ ഉപയോഗിക്കും, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് അതല്ലാതെ വാ വേറെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. അതിലൊന്നാണ് ആൻഡ്. പിന്നെ ജസ്റ്റ് ബിഗിനിങ്ങിന് വേണ്ടി നമ്മൾ ചില സെന്റൻസ് തുടങ്ങുമ്പോൾ, ഇംഗ്ലീഷിൽ ചില സെന്റൻസ് ഒക്കെ തുടങ്ങുമ്പോൾ ആൻഡ് ഉപയോഗിക്കും. അപ്പോ അതേപോലെ അറബിയിൽ സെന്റൻസ് തുടങ്ങുമ്പോൾ ഒരു വാ ഉപയോഗിക്കും. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലല്ല, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലാതെ സെന്റൻസിന്റെ തുടക്കത്തിൽ ഒരു വാവ് ഉപയോഗിക്കും. സെന്റൻസ് എന്ന് പറയും. അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇവിടെ മിക്കവാറും ആൻഡ് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, മുമ്പുള്ളതുമായിട്ട് കണക്ട് ചെയ്യാണ്. വഹാദ ഇബ്രാഹിമു വഹുവ മിൻ ഖാന. നേരത്തെ ഓരോരുത്തരുടെ പേര് പറഞ്ഞല്ലോ. അപ്പൊ വീണ്ടും പറയണം ഹാദ ഇബ്രാഹിം, ദിസ് ഈസ് ഇബ്രാഹിം ആൻഡ് ഹി ഈസ് ഫ്രം ഖാന. വഹാദ ഇസ്മാഈലു. അപ്പൊ ഈ പേരുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ തൻവീൻ ഇല്ലാത്ത നാമങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രവാചകന്മാരുടെ പേരൊക്കെ എടുത്ത് എഴുതാൻ.
വഹുവ മിൻ നൈജീരിയ. ആ ഇത് അത് മലയാളം പോലെ നൈജീരിയ. ഉണ്ടോ നൈജീരിയ? ആ മലയാളത്തിൽ പറയണ പോലെ, ഇംഗ്ലീഷിൽ പറയണ നൈജീരിയ. പോലെ. അതായത് മലയാളത്തിലുള്ള ഇംഗ്ലീഷിലുള്ള അക്ഷരം അവിടെ തന്നെ ഉണ്ട്. ആ ഗാന പറയുമ്പോ ജി ഇല്ല, അങ്ങനെയുള്ള ഗ ഇല്ല. അതുകൊണ്ട് ജിക്ക് വരെ ഹായാണ് ഉപയോഗിക്കുക. അവിടെ ഇസ്മായിലീന്ന് ഇസ്മായിലൂന്നോ? ഇസ്മായില്. ഇസ്മായിലു. ആ ഇസ്മായിലീന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ വരേണ്ട കാര്യമില്ലല്ലോ. ആ അതാണ്. ഹാദാ ഇസ്മായിലു, ഹാദാ മുഹമ്മദിൻ എന്ന് പറഞ്ഞപ്പം ലമ്മാണ്. ആ ഹാദാ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ലമ്മാണ്. ഹാദാ യൂസഫ്. ഇസ്മായിലു എന്ന ലമ്മാണ്. വഹാദാ ഇസ്മായിലു വഹുവ മിൻ നൈജീരിയ വഹാദാ യൂസുഫു. ഇവിടെ തന്നെ ഉണ്ട് പ്രവാചകന്റെ പേര് കുറെ. ഹാദാ യൂസുഫു, ഇത് യൂസുഫാണ്. വഹുവ മിൻ ഇംഗൽത്തറ. ഇംഗൽത്തറ എന്താ? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. വഹാദാ ബൈറമു. അപ്പൊ ബൈറമു അത് പേരുണ്ടല്ലേ? ബൈറം ഇത് ബൈറമാണ്. വഹമിൻ തുർക്കിയ. വഹുവ മിൻ തുർക്കിയ. തുർക്കിയുള്ള പേരെ കേട്ടാൽ നമ്മൾ സ്ട്രേഞ്ച് പേരായിരിക്കും. തുർക്കിയിലും ചൈനയിലൊക്കെ പേരുകൾ നമുക്ക് സ്ട്രേഞ്ച് ആയിരിക്കും. ഇത് ബൈറം വഹുവ മിൻ തുർക്കിയ, അയാൾ തുർക്കിയിലുള്ള ആളാണ്. വഹാദ അമ്മാറുൻ, ഇത് അമ്മാറാണ്. മലേഷ്യ. 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 മാലീസിയ, അദ്ദേഹം മലേഷ്യയിലുള്ള ആളാണ്. വഹാദ അലിയുൻ വഹുവ മിൻ അമേരിക്ക. അമേരിക്ക. അയാൾ അമേരിക്ക എന്നുള്ളതാണ്. വഹാദ അബൂബക്കരിൻ. അബൂബക്കരിൻ അബൂബക്കരിൻ അള്ളാഹു മർദൻ ഖുലഫാ റാഷിദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ. എന്താ? അബൂബക്കരിൻ സിദ്ദീഖ്. അബൂബക്കരിൻ, അത് അബൂബക്കരിൻ. ഇത് അബൂബക്കറാണ്. വഹുവ മിൻ ബുസ്നിയ. യൂഗോസ്ലാവിയ. ബുക്കില് വേറെയാണല്ലോ. ആയിക്കോട്ടെ, യുഗോസ്ലാവിയ ആയിക്കോട്ടെ, യുഗോസ്ലാവിയ. അതെന്താണ് യൂഗോസ്ലാവ്? യുഗോസ്ലാവിയ യുഗോസ്ലാവിയ. കഴിഞ്ഞ പാഠത്തിൽ യൂഗോസ്ലാവിയാണ്. കഴിഞ്ഞ പാഠത്തിൽ ലാസ്റ്റ് പാഠത്തിൽ യൂനാനാണ്. ബോസ്നിയ. യൂനാനാണ്. യൂനാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോസ്നിയ എന്നല്ലേ? യൂനാൻ എന്ന ആരുടെങ്കിലും ബുക്കിലുണ്ടോ? ഇപ്പോഴില്ല, മുമ്പ് അത് മുമ്പത്തെ പാഠത്തില്. ഇവിടത്തെ പാഠം. ഇവിടെ എന്താണ്? വഹുവ മിൻ ബുസ്നിയ അല്ലെങ്കിൽ യുഗോസ്ലോവിയ. അയാള് യുഗോസ്ലോവിയ എന്നുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ബോസ്നിയ എന്നുള്ള ആളാണ്. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. അപ്പൊ എന്താണ്? അവർ ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, അവർ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. നേരത്തെ പറഞ്ഞത് വാക്ക് തന്നെ നേരത്തെ പറഞ്ഞു. ലുഗാത്തുഹും മുഖ്തലിഫത്തിൻ. അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. ഇത് ശ്രദ്ധിക്കാനുള്ളത് ബിലാദ് എന്ന ബഹുവചനമാണ്. മുഖ്തലിഫത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനമാണ്. ലുഗാത്ത് എന്താണ്? ലുഗാത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്. അതിനെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് വിശേഷിപ്പിച്ചത്. ലുഗാത്തുഹും മുഖ്തലിഫത്തുൻ, അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. അൽവാനുഹും, അൽവാന്റെ ഏകവചനം എന്താ പറഞ്ഞത്? ലൗനുൻ, നിറം. അൽവാനുഹും മുഖ്തലിഫത്തുൻ, അവരുടെ നിറങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ലാക്കിൻ, പക്ഷേ. ലാക്കിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പക്ഷേ. വാ വേറെയാണ്, ലാക്കിനാണ് പദം. ലാക്കിൻ. ഇന്ത്യയിൽ ലേക്കിൻ എന്ന് പറയും, കുവൈറ്റിലും ലേക്കിൻ എന്ന് പറയും. കുവൈറ്റിൽ കുറച്ച് ചെരിവുണ്ട്. ലേക്കിൻ. ദീനുഹും വാഹിദുൻ, പക്ഷെ അവരുടെ ദീൻ എന്താണ്? ഒന്നാണ്. റബ്ബുഹും വാഹിദുൻ, അവരുടെ റബ്ബ് ഒന്നാണ്. നബിയുഹും വാഹിദുൻ, അവരുടെ നബിയും ഒന്നാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിബ്ലത്തുഹും വാഹിദുൻ. വഖിബ്ലത്തുഹും വാഹിദത്തുൻ. ദീനുഹും വാഹിദുൻ, ദീന് പുല്ലിംഗമായതുകൊണ്ട് വാഹിദുൻ എന്നത്. റബ്ബുഹും വാഹിദുൻ, റബ്ബ് പുല്ലിംഗമായതുകൊണ്ട് വാഹിദുൻ. നബിയ്യുഹും വാഹിദുൻ, നബി പുല്ലിംഗമായതുകൊണ്ട് വാഹിദുൻ. ഖിബിലത്ത് വന്നിട്ട് എന്തായി? സ്ത്രീലിംഗമായി. ഖിബിലത്തുഹും വാഹിദത്ത്. ഇവിടെയൊക്കെ എന്താണ്? ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമാണ് സെന്റൻസിന്റെ, കേട്ടോ. ദീനുഹും വാഹിദുൻ എന്ന് പറയുന്നത് ദീനുഹും പാർട്ട് ഫസ്റ്റ് ആണ്, വാഹിദുൻ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ എന്തല്ല, വിശേഷണമല്ല. ദീനുഹും, അവരുടെ ദീൻ, വാഹിദുൻ ഒന്നാണ്, അതൊരു പൂർണ്ണ സെന്റൻസ്. റബ്ബുഹും വാഹിദുൻ, റബ്ബ് എന്ന് പറയുന്നത്, റബ്ബുഹും എന്നത് ഫസ്റ്റ് പാർട്ടാണ്, അതിന്റെ സെക്കൻഡ് പാർട്ടാണ്, കൺക്ലൂഷൻ പാർട്ടാണ് വാഹിദുൻ. നബിയ്യുഹും വാഹിദുൻ, അവിടെയൊക്കെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമാണ്. ഖിബിലത്തുഹും, അവരുടെ ഖിബിലത്ത്, വാഹിദത്തുൻ, അതും എന്താണ്? ഖിബിലത്ത് ഫസ്റ്റ് പാർട്ട്, വാഹിദത്തുൻ സെക്കൻഡ് പാർട്ട്. ഖിബിലത്തുഹും വാഹിദത്തുൻ, അവരുടെ ഖിബില ഒന്നാണ്. ഹും മുസ്ലിമൂൻ, അവർ മുസ്ലിങ്ങളാണ്, അതും കംപ്ലീറ്റ് സെന്റൻസ്. ഹും ഫസ്റ്റ് പാർട്ട്, മുസ്ലിമൂൻ സെക്കൻഡ് പാർട്ട്. ഹും മുസ്ലിമൂൻ, അവർ മുസ്ലിങ്ങളാണ്. വൽ മുസ്ലിമൂന യഖ്വത്തുൻ, മുസ്ലിങ്ങൾ എന്താണ്? യഖ്വത്തുൻ, സഹോദരങ്ങളാണ്. ഹദാ മുദർരിസുന, ഇത് നമ്മളുടെ അധ്യാപകനാണ്. ഇസ്മുഹു ഷേഖ് ബിലാൽ, അദ്ദേഹത്തിന്റെ പേര് ബിലാൽ എന്നാണ്. ഷേഖ് ബിലാൽ എന്നാണ്. ഷേഖ് ബിലാൽ. അപ്പൊ ഇവിടെ ഷേഖ് ബിലാൽ എന്ന് പറഞ്ഞാൽ ഷേഖ് ബഹുമാന പരിസരം ഉപയോഗിച്ചത്. ഷേഖ് ബിലാൽ. വഹുവ മിൻ സൂര്യ, സൂര്യ. വഹുവ റജുലുൻ സാലിഹുൻ. അല്ല, ഈ അഫ്ഗാനിസ്ഥാന് സിറിയ എന്ന് പണ്ട് പറയാറുന്നോ? അഫ്ഗാനിസ്ഥാന് സിറിയ എന്ന് എന്തായാലും പറയില്ല. അല്ല, ഞാൻ പണ്ട് നോക്കിയപ്പോഴേ ഈ വടക്കേ ഇന്ത്യ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ ഉള്ളതിന് സൂര്യ എന്നൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് തോന്നുന്നു. സിറിയ എന്നല്ല, സൂര്യ. സിറിയ എന്നല്ല പറഞ്ഞത്. സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കറിയില്ല, പക്ഷെ സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഖിലാഫത്തിന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനൊക്കെ, ഉസ്മാൻ റുല്ലാനിയുടെ കാലത്ത് അഫ്ഗാനിസ്ഥാനൊക്കെ ഷേർഷ ഭരിച്ച സമയത്താണത്. വടക്കേ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കൂടിച്ചേർന്നത് സൂര്യ എന്നാണ് പേരിട്ടത്. സിറിയ വേറെ. വടക്കേ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും കൂടിയിട്ട് ഷേർഷയുടെ രാജഭരണകാലത്താണ് സൂര്യ എന്ന് പേരിട്ടത്. അപ്പൊ ഇവിടെ സിറിയ തന്നെയാണ് അല്ലേ? സിറിയാണ്. വഹുമിൻ സൂര്യ. വഹുവ റജുലുൻ സാലിഹുൻ, എന്താ അർത്ഥം? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. അപ്പൊ ഇവിടെ ഹുവ റജുലുൻ എന്നതാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഹുവ റജുലുൻ എന്നതാണ് സെന്റൻസ്. നല്ല മനുഷ്യൻ. അയാളൊരു നല്ല മനുഷ്യനാണ്. അയാളൊരു നല്ല മനുഷ്യൻ. ഹുവ റജുലുൻ എന്നതാണ് സെന്റൻസ്. ഹുവ ഫസ്റ്റ് പാർട്ട്, റജുലുൻ സെക്കൻഡ് പാർട്ട്. പിന്നീട് എന്ത് ചെയ്തു? റജുലിന്റെ വിശേഷണമാണ് സ്വാലിഹ്. ഇങ്ങനെ നമുക്ക് ഓരോ വാക്കിന്റെയും കണക്ഷൻ നോക്കി പഠിക്കണം. എന്നാൽ നമുക്ക് അടുത്ത പാഠം പഠിക്കുമ്പോൾ, നെക്സ്റ്റ് ലെവൽ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. നഹ്നു നുഹിബ്ബുഹു, നഹ്നു നുഹിബ്ബുഹു കസീറൻ, നാം അദ്ദേഹത്തെ ധാരാളം. ഷേഖ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്ന് പറയില്ല കേട്ടോ. ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുന്നു, വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇല്ലെങ്കിലും നുഹിബ്ബുഹു കസീർ എന്ന് പറഞ്ഞാൽ സെന്റൻസ് പൂർണ്ണമല്ലേ? സെന്റൻസ് പൂർണ്ണമായി. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വളരെയധികം. ഓക്കെ, തമാരീൻ എക്സസൈസ്.
Okay. Tamarin. Exercises. أجيب الأسئلة الآتية. أين هذه المدرسة؟ هي قريبة هي من قريبة المسجد. من المسجد. هي قريبة من المسجد. كم بابا لها؟ 3 أبواب. പുരുഷ لها സൈഡ് 3 أبواب. ثلاثة أبواب. أبواب. നമ്മൾ സംഖ്യ പറഞ്ഞപ്പോൾ പറഞ്ഞു സംഖ്യയുടെ എണ്ണത്തിന്റെ എണ്ണം പറഞ്ഞിട്ട് അതിന് എണ്ണത്തിന് തന്മീൻ കൊടുക്കില്ല. സലാസത്തു لها 3 അതിന്റെ أبواب. എണ്ണപ്പെടുന്ന വസ്തുവിന് തന്മീൻ കൊടുക്കും. സലാസത്തു അബുവാബിൻ. ഓക്കെ. മുഗലഖത്തുൻ അബുവാബുഹൽ ആന ഔ മഫ്തൂഹത്തുൻ? أبوابها مفتوحة الآن. مفتوحة الآن. أبوابها مفتوحة الآن. مفتوحة الآن. ഈ എഴുതുമ്പോ മഫ്തൂഹത്തുൻ അൽ ആന എന്നല്ല എഴുതണ്ടേ? അപ്പൊ വായിക്കുമ്പോഴല്ല അങ്ങനെ എഴുതണം. വായിക്കുമ്പോ അങ്ങനെ വായിക്കണം, എഴുതുമ്പോ അങ്ങനെ എഴുതണം. അല്ല كم نافذة في هذا الفصل؟ എത്ര നാഫിദത്ത് ഉണ്ട്? നാഫിദത്താനി. ലഹ അല്ലെങ്കിൽ ഫീഹി നാഫിദത്താനി. ഫീഹി നാഫിദത്താനി. അതിൽ 2 വിൻഡോസ് ഉണ്ട്. كم طالبا في هذا الفصل؟ 10 فيه 10 طلاب. فيها 10 طلاب. അപ്പൊ 3 മുതൽ 10 വരെ ബഹുവചനമാണ് പറയേണ്ടത്. السادس كلهم من بلد واحد؟ نعم. نعمانو؟ لا لا لا. من بلاد مختلفة. هم من بلاد مختلفة. هم من بلاد مختلفة. من أين أحمد؟ أحمد وهو من اليابان. أحمد من وهو الهند. من اليابان. لكن أحمد من ياباني. من اليابان. പുസ്തകത്തിലെ ഹിന്ദ്. അഹമ്മദ് من الهند. അഹമ്മദ് ഇന്ത്യക്കാരനാണല്ലേ? وهو من الهند. هو من الهند. അപ്പൊ എന്ത് പറയണം? അഹ്മദു മിനൽ ഹിന്ദി എന്ന് പറയാ, അല്ലെങ്കിൽ ഹുവ മിനൽ ഹിന്ദി. هو من الهند. العاشر من أين محمد؟ هو من اليابان. هو من اليابان. من أين؟ യൂസുഫ് പറഞ്ഞില്ല. من أين يوسف؟ ستة. من أين يوسف? ഇവിടെ കുറെ വിട്ടുപോയല്ലേ? كلهم من بلد واحد. من أين أبو بكر؟ أبو بكر എടുത്തു തരണ. من أين أبو بكر؟ എന്താണ്? هو من يوغوسلافيا. ബുസ്നിയ. ബോസ്നിയ യൂഗോസ്ലാവിയ എന്തായിക്കോട്ടെ. സൂര്യാണ്. من أين يوسف؟ سوريا. يوسف هو من إنجلترا. ഇംഗൾത്തറയ്ക്ക് എന്തുണ്ട്? ശബ്ദങ്ങളുണ്ട്. إنجلترا. പിന്നെ അഹമ്മദ് കഴിഞ്ഞു.
മിൻ ഐന യൂസുഫ് കഴിഞ്ഞു, മിൻ ഐന മുഹമ്മദിൻ കഴിഞ്ഞു. മൻ മുദർരിസുഹും? ഹുവ മിൻ സൂര്യ. അല്ല, മൻ മൻ ആരാണ്? മൻ മുദർരിസുഹും. ഷെയ്ഖു ഷെയ്ഖ് മുദർരിസുഹും. ബിലാൽ. ഹുവ ഷെയ്ഖ് ബിലാൽ. ഹുവ ഷെയ്ഖ് ബിലാൽ എന്ന് പറഞ്ഞാൽ പോരാ. മുദർരിസുഹും അശ്ശൈഖ് ബിലാൽ. മുദരിസു അശ്ശൈഖ്, അതായത് ടൈറ്റിൽ പറയുമ്പോൾ അൽ ചേർത്താ പറയേണ്ടത്. മിസ്റ്റർ വേണമെങ്കിൽ അസ്സയ്യിദ്. ഗുരുവിനെ പറയുമ്പോൾ അശ്ശൈഖ്. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ഷേഖ് ബിലാൽ എന്ന് പറയും. അശ്ശൈഖ് എന്ന് പറയാറില്ല, പലരും പറയാറില്ല. ഷേഖ് ബിലാൽ എന്ന് പറയും. അങ്ങനെ സംസാരിക്കുമ്പോഴും അറബികളും പറയും ഷേഖ് ബിലാൽ എന്ന്. നമ്മൾ കറക്റ്റ് ലാംഗ്വേജ് പറഞ്ഞാൽ അവിടെ ടൈറ്റിലാണെങ്കിൽ നമ്മൾ മിസ്റ്റർ ഉപയോഗിക്കുന്ന പോലെയാണെങ്കിൽ എന്ത് പറയണം? അൽ ചേർത്തില്ല, അശ്ശൈഖ്. അപ്പൊ മുദരിസുഹും അശ്ശൈഖ് ബിലാൽ. മിൻ ഐന ഹുവ? ഹുവ മിൻ സൂര്യ. ഹുവ മിൻ സൂര്യ. ഹുവ മിൻ സൂര്യ. അടുത്തത്, ഇത് സഹീഹാണോ എന്താ പറയാ ഖത ആണോ നോക്കാം. ഏറ്റവും ശരി അല്ലേ? തെറ്റോ ശരിയാണ്. ഹാദിഹിൽ അലാമത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത് സഹീഹ്, അലാമത്ത് സഹീഹ അമാമ ജുമൽ സഹീഹ. ശരിയായ സെൻസിന് നേരെ ടിക്ക് ചെയ്യണം. ഹാദിഹിൽ അലാമത്ത് മീൻസ് അലാമത്ത് ഖത അമാമൽ ജുമൽ ഗൈരി സഹീഹ്. ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റിടണം. മദ്രസത്തി ഖരീബത്തുൻ മിനൽ മത്താർ. സഹീഹാണോ ഖത ആണോ? ഖത്ത. മസ്ജിദ്. മസ്ജിദാണ് അവിടെ. തിരുത്താൻ പറഞ്ഞില്ല. ഖത ആണോ സഹീഹ് ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അസ്സാനി ലഹ സലാസത്തു അബ്വാബിൻ. കറക്റ്റ്. ജുംലത്തുൻ സഹീഹത്തുൻ. സഹീഹത്തുൻ. സലാസ അബ്വാബുഹ മുഗലഖത്തുൻ അൽആന. തെറ്റാണ്, മിസ്റ്റേക്കാണ്. ഖത. അല്ല, മഫ്തൂഹന. മഫ്തൂഹത്തുന. അറാബി മകാതിബു തുല്ലാബി കബീറത്തുൻ. അത് തെറ്റാണ്. അറബി പറയൂ. ഖതഉൻ. الخامس مكتب المدرس كبير. ശരി, മക്തബുൽ മുദരിസി കബീർ. സഹീഹ്. സഹീഹ് എന്നോ ഖത ആണെന്ന് പറയേണ്ടത്, കറക്റ്റ് ആണെന്നല്ല പറയേണ്ടത്. ഈ ഫസലിന് അശറത്തു തുല്ലാബി. സഹീഹത്തുൻ. ജുംലത്തുൻ എന്ന് പറയുന്ന സ്റ്റേജിങ് ആയതുകൊണ്ട് സഹീഹത്തുൻ എന്ന് പറയുന്നത്. അസാബിയ അമ്മാർ മിൻ ബുസ്നിയ. ബുസ്നിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ബുക്കില് യുഗോസ്ലാവിയ എന്ന്. അമ്മാർ മിൻ എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കുന്നത്? യുഗോസ്ലാവിയ. അമ്മാർ മിൻ യുഗോസ്ലാവിയ. ശരിയാണോ? അല്ല, മിസ്റ്റേക്കാണ്. അത് കഴിഞ്ഞ പാഠത്തില്. ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ പാഠത്തില് ബുസ്നിയാണ്. ഇപ്പോഴത്തെ പാഠത്തിൽ ബുസ്നിയാണോ നിങ്ങളെ ബുക്കില്? അതെ. അല്ല, പുസ്തകത്തില് യുഗോസ്ലാവിയ. യുഗോസ്ലാവിയാണ്. പച്ച പുസ്തകമല്ലേ? അല്ലെ, തെറ്റിനെന്താ അറബി പറയുന്നത്? ഖതഉൻ. ഖതഉൻ. എന്തായിരുന്നു അത്? യുഗോസ്ലാവിയാണോ യുഗോസ്ലാവിയാണോ? ഖതഉൻ. ബൈറമു മിൻ തുർക്കിയ. അമ്മാർ മലേഷ്യയാണ്. മലേഷ്യ. മലേഷ്യ. ബൈറമു മിൻ തുർക്കിയ. സഹീഹത്തുൻ. താസെ യൂസുഫു മിൻ മലേഷ്യ. ഖതഉൻ. തെറ്റാണ്. ഇംഗൽത്തറ. അഷറ മുദർരിസുന മിനൽ ഇറാഖ്. ഖതഉൻ. وذكر البلاد الواردة في الدرس من آسيا وإفريقيا وأوروبا. البلاد التي في آسيا എവിടെ എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. നമ്മളെ പാഠത്തിലുള്ള നാടുകൾ എടുക്കണം. നാടുകൾ ഏത് കോണ്ടിനെന്റിലുള്ളതാണെന്ന് നോക്കാം.
ഏഷ്യയാണോ ആഫ്രിക്കയാണോ യൂറോപ്പാണോ എന്ന് നോക്കണം. അൽ ബിലാദുൽ ലത്തീഫി ആസിയ അത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഏഷ്യയിലുള്ള രാജ്യങ്ങൾ അവിടെ എഴുതണം. അൽ ബിലാദുൽ ലത്തീഫി ഫിലഖിയ ആഫ്രിക്കയിലുള്ള രാജ്യം അവിടെ എഴുതണം. രാജ്യങ്ങൾ ബിൽ ബിലാദുൽ ലത്തീഫി ഉറുബ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ അവിടെ എഴുതണം. ഓക്കെ. അൽ കലിമാത്തുൽ ജദീദത്ത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. മക്തബിന്റെ ബഹുജനം മക്കാത്തിബു. അപ്പൊ മസാജിദ് പോലെ വരുന്നതൊക്കെ എന്തായിരിക്കും? ഒരു നമ്മളുള്ളതാണ്. മക്കാത്തിബു, മക്തബുൻ, മക്കാത്തിബു, കുർസിയുൻ, കറാസിയു. അപ്പൊ മക്കാത്തിബ് പോലെയല്ല കറാസിയ് എന്ന് നോക്കിയാൽ മനസ്സിലാവും. അവസാനത്തിന് ഇവിടെ ശബ്ദമുണ്ട്. ഇതെന്താണ്? മസാക്കീന് വസിനാണ്. മസാക്കീന് മസാജിദ് വസിനുമുണ്ട്, മസാക്കീന് വസിനുമുണ്ട്. മിസ്കിന്റെ ബഹുജനം മസാക്കീന്. അപ്പൊ അതാണ് കറാസിയ്. മസാക്കീന്. മക്കാത്തിബ് മസാജിദ് വസിനാണ്. അല്ലൗനു ലൗനിന്റെ ബഹുജനമാണ് എന്ത്? അൽവാൻ. നിറം. അതെ, ലൗന് നിറം. അൽഖിബലത്ത് അറിയാം. ദിശ, തിരിഞ്ഞു നിൽക്കേണ്ട ദിശ. ജാക്ക ഈസ് ഈക്വൽ ടു സാലിക്ക എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഞാൻ കണ്ടുണ്ടായിരുന്നില്ല പറയുന്ന സമയത്ത്. അവിടെ ഈസ് ഈക്വൽ ടു എഴുതിയിരുന്നു. അപ്പൊ ജാക്കയും സാലിക്കയും ഒന്നും തന്നെയാണ്. പിന്നെ ലാക്കിൻ പക്ഷേ ഈ 22ഉം 23ഉം പാഠങ്ങളാണ് ബാക്കിയുള്ളത്. 22, 23, 24 ഇത്രേ ഉള്ളു. 22, 23. ഇപ്പൊ രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ, പരീക്ഷ. സൈമൾട്ടേനിയസ് ആയിട്ട് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ റിവിഷന്റെ ആവശ്യമില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാഫിദത്തുൻ വിൻഡോ, ജനൽ. പഴയ വാക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കലിമാത്തുൽ ജദീദായി കൊടുക്കാത്തത്. അല്ലേ? ഇതിനെ മിണ്ടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആരൊക്കെയാണ് മിണ്ടാത്തവരൊക്കെ? ഒന്ന് കൈപൊക്കിക്കേ. നസീർ മിണ്ടിയായിരുന്നോ? മുഹമ്മദ് ഇഹ്സാൻ. നിങ്ങളാണ് ഇഹ്സാൻ അല്ലേ? അല്ല, നസീർ കുവയിൽ മിണ്ടുന്നുണ്ടോ? ഇടയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നുണ്ടോ? അതെ, ലേറ്റ് ആയി. മഗ്‌രിബിന് ഇവിടെ ലേറ്റ് ആയി ഒരുപാട്. ഓട്ടത്തിലാണ്. ബിസിനസ് എന്തോ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, മഗ്‌രിബ് നിസ്കാരം 7:30 കഴിയുന്നു. നിങ്ങൾ യു എയിലാണ്? അതെ. സ്റ്റില്ല്
മൂട്ടി തന്നെയാണ്. ഏത് അവർ ചിലവര് സ്റ്റിൽ മൂട്ടി തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അത് ചിലപ്പോ അവരറിയാതെ തന്നെ പറയണ്ടാവും, ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല. ഉം. അവര് പറയുമ്പോ നിങ്ങളെ മയക്ക് മ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞ് മെസ്സേജും വരും. ഓക്കെ, വേറെ ആരാ മിണ്ടാത്തത്? സുലൈഖ, ഉമ, വാഹിദ ഒക്കെ സംസാരിക്കുന്നുണ്ടോ? ഞാൻ മുണ്ടി. ഏത് വാഹിദ സംസാരിച്ചു. ഇതാണ് സംസാരിച്ചു. കയറി വരുന്നത്. ശരി. ആ ഞാൻ ആക്റ്റീവ് ആവാറുണ്ട്. ഇന്ന് ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് ലിസണർ മാത്രമായിരുന്നു. ഓ, യാത്രയിലായിരുന്നു ലിസണർ. ഇപ്പൊ യാത്ര കഴിഞ്ഞോ? ഇപ്പോഴാണ് എത്തിയത്, നിങ്ങളെ വീട്ടിലെത്തിയത്. മെസ്സേജ് എന്തോ കണ്ടിരുന്നു, ഞാനത് കേൾക്കാൻ പറ്റിയില്ല. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതിനാണ്? ഞാനൊരു സാഗ് അക്കാഡമിയുടെ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ രജിസ്റ്റർ ചെയ്തല്ലേ? റിപ്ലൈ തന്നിരുന്നു ഉസ്താദ് അത്. അത് റിപ്ലൈ തന്നിരുന്നു. അതിന് ശേഷം എന്തോ വോയിസ് ഇട്ടിരുന്നോ? ശേഷം അത് ഞാൻ ഉസ്താദിന് അതിനുള്ള റിപ്ലൈ തന്നതായിരുന്നു. 5 മിനിറ്റ്. അത് ഞാൻ അതിനുള്ള റിപ്ലൈ തന്നതാണ്. ഓക്കെ ഓക്കെ. വേറെ ആരാ മിണ്ടാത്തത്? ഷമീദ, ഷാനിദ, ഷറഫു, നുജൂമ, എം കെ. എനിക്ക് കുട്ടി ഉണ്ടായിരുന്നു, ഒപ്പം അതാ ഞാൻ ഊട്ടാക്കിയിരുന്നത്. കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അറിയണം, നമ്മൾ പരീക്ഷ എഴുതാൻ പോവാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ടീച്ചറിനെ വിളിക്കാം. ഷഫല ടീച്ചർ, MA അറബിക്ക. എന്തായിരുന്നാലും പരീക്ഷ പാഠം കഴിയുന്നു, നെക്സ്റ്റ് വീക്ക് പരീക്ഷ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അനുഗ്രഹിക്കട്ടെ. അറബി ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ ഖുർആൻ മനസ്സിലാക്കാനും, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? വിശാലമായി കിടക്കുന്ന അറബി ഭാഷയിലെ വിജ്ഞാന ശേഖരങ്ങളിലേക്ക് പോകണം. ഇപ്പൊ തന്നെ പോകണം. ഞാൻ പറഞ്ഞു തന്നു. വീഡിയോകൾ കേൾക്കാം, ആളും തന്നെ ആവർത്തി വായിക്കാം, വീഡിയോകൾ കേൾക്കാം, ഹദീസുകൾ വായിക്കാം. ഹദീസുകൾ കുറച്ചുകൂടെ ഖുർആനേക്കാളും സിമ്പിളാണ്. ഹദീസുകൾ വായിക്കാം. മനസ്സിലായിക്കോട്ടെ, മനസ്സിലായില്ലേ വിട്ടേക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയുന്ന വാക്കുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അറിയുന്നത് ഉപയോഗപ്പെടുത്തിയാൽ അറിയാത്തത് താനെ പഠിക്കുമെന്നാണ് ആപ്തവാക്യം. മൻ അമില ബിമാ യഅലമു അല്ലമഹുല്ലാഹു ബിമാ ലാ യഅലമു. അറിയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തത് അവനെ അള്ളാഹ് പഠിപ്പിക്കുന്നതാണ്. അതല്ലാതെ അറിയുന്നതനുസരിച്ച് നമ്മൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതിരുന്നാൽ പിന്നെ അറിയാത്തതൊന്നും പഠിക്കാൻ പറ്റില്ല, അറിയുന്നത് തന്നെ പോകും. അപ്പോൾ അതുപോലെ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ധാരാളം കേൾക്കാം. അറബി ഭാഷയിലുള്ള അതിലൂടെയാണ് നമുക്ക് അറബിയോട് അപ്പം മനസ്സിലാവും. നമുക്ക് അറബി തഫ്സീറുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ മലയാളത്തിൽ തഫ്സീറിൽ എഴുതി വെച്ചൊന്നല്ല നമുക്ക് അറിയേണ്ടത്. വേറെ ഓരോ കാര്യങ്ങൾ അറിയാനുണ്ട്. മലയാളത്തിൽ തഫ്സീറുകൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ട് ഒരുപാട് പ്രാവശ്യം ഖുത്ബയിൽ നിന്നും അല്ലാതെയൊക്കെ നമ്മൾ കേട്ട് പരിചയപ്പെട്ടതാണ്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും ഖുർആൻ സംബന്ധമായിട്ട്. അതൊക്കെ ഓരോ പണ്ഡിതന്മാർ ഓരോ രീതിയിൽ വ്യക്തമാക്കി തരും. അപ്പൊ അതിലേക്കൊക്കെ കടന്നു ചെല്ലുക. അറബി പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് നോവലൊക്കെ കിട്ടും, കഥകളും ഇഷ്ടമുള്ളവർക്ക് അത് കിട്ടും. പത്രം കിട്ടുന്നവർക്ക് പത്രം വായിക്കുക, മാഗസിൻ കിട്ടുന്നവർക്ക് മാഗസിൻ വായിക്കുക. ചിലപ്പോൾ ഹെഡിങ് വായിച്ചാലും മതി, നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ കിട്ടും. ഏതാണ്? ഫസൂലിന്റെ മീനിങ് എന്തായിരുന്നു? കേട്ടില്ല. ഫസൂൽ. ഫസലിന്റെ ബഹുവചനമാണ് ഫുസൂൽ. ഫസലിന് ക്ലാസ് ഫുസൂൽ. റസൂലും അല്ല, ഫുസൂലല്ലേ ചോദിച്ചത്? ഫസലുൻ ഫുസൂലുൻ ഫുസൂലുൻ. മീനിങ് എന്താ? ക്ലാസ് റൂമുകൾ. ഫസലുൻ ക്ലാസ്, ഖണ്ഡിക എന്നും അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ക്ലാസ് എന്ന അർത്ഥമാണ്. ഫിൽ മദ്രസത്തി ഫുസൂലുൻ, ഫസലിന്റെ ബഹുവചനമാണ് ഫുസൂലുൻ.
നേരത്തെ ഏതോ പാഠത്തിൽ വന്നിട്ടുണ്ടത്. ഓക്കെ, റഷീദ് സാർ പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാവിധി വായിക്കാനും പഠിക്കാനും ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും അതിന്റെ ഭാഷ നന്നായി പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام السلام ورحمة ورحمة الله الله وبركاته. جزاكم الله